അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം ലോകം ആത്മവിശുദ്ധിയുടെ വസന്തമായ വ്രതനാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റു ആരാധനകളിൽ നിന്നും റമളാൻ വ്രതത്തിന് സവിശേഷതകൾ ധാരാളമുണ്ട്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. രാത്രിയിൽ തറാവീഹ് നിസ്കാരത്തിൽ സജീവമാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ നാവും കണ്ണും കാതും കൈകാലുകളും എല്ലാം നോമ്പിൽ പങ്കുചേരുന്നതിലൂടെ നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. ആത്മാവിനെ സംസ്കരിച്ചെടുത്ത് ജീവിത വിജയം നേടുക എന്നതാണ് നോമ്പിന്റെ പരമപ്രധാന ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനും നോമ്പിലൂടെ നേടിയെടുക്കുന്ന ആത്മീയ പരിശീലനത്തിലൂടെ ഇഹപര വിജയം നേടാനുമാണ് റമളാൻ പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള ആരാധനകൾക്ക് വലിയ പ്രതിഫലം നേടാനും സാധിക്കും. ഖുർആൻ പാരായണം, നിസ്കാരം, ദാനധർമ്മങ്ങൾ, ഇഅ്തികാഫ് തുടങ്ങി വൈവിധ്യമാർന്ന ആരാധനകൾക്ക് റമളാൻ പ്രേരിപ്പിക്കുന്നു. തഖ്വയാണ് നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം. എല്ലാ ഇബാദത്തുകളും തഖ്വയുണ്ടാവാൻ ഉപകരിക്കുമെങ്കിലും റമളാനിലെ നോമ്പിന് അതിൽ പ്രത്യേക സ്വാധീനമുണ്ട്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു നിർദ്ദേശിച്ച അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ് തഖ്വയുടെ ഉള്ളടക്കം. കൃത്യമായ ആത്മീയമായ പരിശീലനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും ദേഹേച്ഛങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുക. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നതും ഞാനാണെന്ന് അള്ളാഹു പറയുന്നതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റു ആരാധന കർമ്മങ്ങൾക്കില്ലാത്ത സവിശേഷത നോമ്പിന് നൽകപ്പെട്ടത് അത് അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യമായ ഒരു കരാറായതിനാലാണ്. അതുകൊണ്ടാണ് നോമ്പുകാരൻ്റെ 2 സന്തോഷങ്ങളിൽ ഒന്ന് സൃഷ്ടാവായ റബ്ബിനെ കാണുന്ന സമയമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിഫല പ്രതീക്ഷയോടെ ഈ റമളാനെയും വരവേൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.